ലെറ്റ് സ്റ്റാർട്ട്. അപ്പൊ ഇവിടെ എനിക്ക് ഇന്ന് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. യു ഹാവ് ടു ഡു സം വർക്ക്. നിങ്ങൾക്ക് ചില വർക്കുകളുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ലോജിക് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഇറ്റ്സ് പ്യൂർലി ലോജിക്കൽ ക്വസ്റ്റ്യൻസ്. ആൻഡ് ഓൾ ദീസ് ക്വസ്റ്റ്യൻസ് ആർ കണക്റ്റഡ് വിത്ത് ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ്. ആൽഫബറ്റ്സ് വെച്ചിട്ടാണ്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഇങ്ങനെ എഴുതുവാണെങ്കിൽ ABCDE FGHIJ KLMNO PQRST UVWXY and the last letter Z. So why I write all these 26 alphabet letters in a row of 5? അഞ്ചു പേരുടെ റോ ആയിട്ടാണ് ഞാൻ ഇതിനെ നോട്ട് ചെയ്തിരിക്കുന്നത്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് യു പീപ്പിൾ ആർ ആസ്കിങ് മീ വിച്ച് ഈസ് ദ 10th letter in the English alphabet, then I know that ഈ ലൈനിൽ 5, ഈ ലൈനിൽ 5, അപ്പൊ 5 + 5 10. സോ 10th letter is J. അങ്ങനെ ഈസിലി അവൈലബിൾ ആക്കാൻ പറ്റും ഉള്ള ഒരു ഐഡിയക്ക് വേണ്ടി, അല്ലെങ്കിൽ എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തത്, ലെറ്റേഴ്സിനെ 5ന്റെ പെയേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ 5ന്റെ റോ ആയിട്ട് എഴുതിയിട്ട് അത് ഓർത്ത് വെക്കും. ഓക്കെ, അത് ഓർത്ത് വെക്കാൻ ചിലർ ഇങ്ങനെ ഓർക്കും EJOTY എന്ന്. അപ്പൊ അത് ലാസ്റ്റ് ലെറ്റർ ആണെങ്കിൽ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ എന്നോട് പെട്ടെന്ന് ചോദിക്കണം 18th ലെറ്റർ ചോദിച്ചാൽ ഞാൻ പറയാം 6. അതെങ്ങനെയാണ് എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, 18th ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 5 + 5 + 5 15. 15 + 3 അല്ലേ? 15നോട് 3 കൂട്ടുമ്പോഴല്ലേ 18 വരാം. 15, 16, 17, 18. സോ 6 ആണ്. അപ്പൊ 9th ലെറ്റർ പെട്ടെന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പറയാൻ പറ്റും, ഇറ്റ് ഈസ് I. അങ്ങനെ ലെറ്റേഴ്സ്, ആൽഫബറ്റിക്കൽ ഓർഡറിലുള്ള ലെറ്റേഴ്സിനെ ചില ചോദ്യങ്ങൾ ചെയ്യാൻ നമുക്ക് ആവശ്യമായതുകൊണ്ട് ആ ലെറ്റേഴ്സ് പെട്ടെന്ന് ഓർക്കാൻ വേണ്ടിയാണ് നമ്മൾ ലെറ്റേഴ്സിനെ 5 ലെറ്റേഴ്സിന്റെ ഗ്രൂപ്പ് ആയിട്ട് ഉദ്ദേശിച്ചു വെച്ചത്. അപ്പൊ എന്തിനാണ് ഞാൻ ഇത് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. വളരെ ഈസി ആയിട്ടുള്ള വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണിത്. അപ്പം ACFHKMPR. അപ്പൊ ഇവിടെ ഈ 2 ക്വസ്റ്റ്യൻ മാർക്കിന്റെ അവിടെ ഏത് ലെറ്റർ വരും എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് കിട്ടിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ആൽഫബറ്റ് വെച്ചിട്ടാണ് നമുക്ക് മനസ്സിലായി. അപ്പൊ നിങ്ങൾക്ക് 2 ചോയ്സസ് ഉണ്ട്. ഒന്ന്, യു ക്യാൻ ഗോ വിത്ത് ദ ലീനിയർ ചെക്ക്. ഞാൻ അതിനെ വെറുതെ പേരിട്ടത് മാത്രമേ ഉള്ളൂ. ലീനിയർ ആയിട്ട് നോക്കുക. ലീനിയർ എന്ന് പറഞ്ഞാൽ എന്താ? നേരെ 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 നോക്കുക. അപ്പൊ നേരെ നേരെ എന്ന് പറഞ്ഞാൽ എന്താണ്? A എന്ന ലെറ്ററും C എന്ന ലെറ്ററും തമ്മിൽ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ എണ്ണി നോക്കുമ്പോൾ ABC. അപ്പൊ A കഴിഞ്ഞിട്ട് C വരുമ്പോ എത്രയാണ്? ABC. അപ്പൊ രണ്ടാമത്തെ ലെറ്റർ ആണ് C. എന്നിട്ട് C കഴിഞ്ഞ് ഞാൻ Fലേക്ക് നോക്കുമ്പോഴോ CDEF, മൂന്നാമത്തെ ലെറ്റർ ആണ്. അപ്പം I am getting a logical connection between the letter A and C and then C to F in a linear format. ലീനിയർ എന്ന് പറഞ്ഞാൽ നേരെ നേരെ വരിക. അപ്പൊ അതേ ഫോർമാറ്റ് തന്നെയാണോ എഫിന്റെ എച്ചിനും തമ്മില്? യെസ്, FGH 2 അല്ലെ? H കഴിഞ്ഞിട്ട് KOIJK 3, വീണ്ടും 2, വീണ്ടും 3, വീണ്ടും 2. സോ നെക്സ്റ്റ് 3 ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പം ആൻസർ കിട്ടണമെങ്കിൽ നമുക്ക് R എന്ന ലെറ്ററിൽ നിന്ന് 3 ലെറ്റർ എണ്ണിയാൽ മതി. അപ്പം R കഴിഞ്ഞാൽ LMNOPQ, R കഴിഞ്ഞ ഏതാണ്? RSTU. സോ യു ആർ ഗെറ്റിംഗ് ദ ഫസ്റ്റ് ലെറ്റർ. ആൻസർ U ആയി. യുവിൽ നിന്ന് നമ്മൾ 3 ആണോ കൂട്ടേണ്ടത്, 2 ആണോ കൂട്ടേണ്ടത്? 3 അല്ല, 2 ആണ്. കാരണം 3 ഓൾറെഡി എടുത്തു. ഞാൻ 2 എടുക്കുമ്പോൾ എന്താ? യുവിന് അടുത്ത് 2. അപ്പൊ UVW. സോ വാട്ട് ഈസ് യുവർ ആൻസർ? നിങ്ങളുടെ ആൻസർ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടി UW. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഈ ആൻസറിലേക്ക് നമ്മൾ വന്നത്? ബൈ ചെക്കിംഗ് ദ ലെറ്റേഴ്സ് ഇൻ എ ലീനിയർ ഫോർമാറ്റ്. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷ് ആൽഫബറ്റ് ഞാൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ, ഒരു മിനിറ്റ്, ഇംഗ്ലീഷ് ആൽഫബറ്റ് ഞാൻ നിങ്ങൾക്ക് ഇതുപോലെ തന്നു കഴിഞ്ഞാൽ ലീനിയർ ആയിട്ട് ലെറ്റേഴ്സ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ എണ്ണി നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ആൻസറിലേക്ക് വരാൻ കഴിയും. ഓക്കെ, അപ്പൊ അതെങ്ങനെ ആൻസറിലേക്ക് വരാൻ പറ്റും? ഇവിടെ 2 വന്നു, ഇവിടെ 3 വന്നു, ഇവിടെ അങ്ങനെ ഒരു ഭംഗിയായിട്ട് വന്നോണ്ടല്ലേ. ഇവിടെ 2 വന്നു, ഇവിടെ 7 വന്നു, ഇവിടെ 6, ഇവിടെ 15. ഒരു ബന്ധമില്ലാത്ത, റിലേഷൻ ഇല്ലെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഒന്നെങ്കിൽ ഇങ്ങനെ നീളത്തിൽ ചെക്ക് ചെയ്യാം. ഇനി വേറൊരു മെത്തഡ് കൂടെ നമുക്ക് മനസ്സിലാക്കാനുണ്ട് ഇവിടെ തന്നെ. അതാണ് ജമ്പ് ചെയ്യാന്ന് പറയുന്നത്. ജമ്പ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഫസ്റ്റ് ലെറ്ററിൽ നിന്ന് അടുത്ത ഗ്രൂപ്പിന്റെ ഫസ്റ്റ് ലെറ്ററുമായിട്ട് കണക്ട് ചെയ്യും. അപ്പൊ ഇവിടെ കണ്ടോ, എയിൽ നിന്ന് നേരെ F. അപ്പൊ A കഴിഞ്ഞിട്ട് BCDEF, 5ാമത്തെ ലെറ്റർ ആണ് F. പിന്നെ ആ Fൽ നിന്ന് എങ്ങോട്ടാണ്?
ആ എഫ് കെ. അപ്പൊ FGHIJK കണ്ടോ 5. കെ പി, KLMNOP 5. അപ്പൊ പി നമ്മൾ 5 എണ്ണിയാണ്. പി കഴിഞ്ഞിട്ട് QRSTUV, സോറി TU. അപ്പൊ നമ്മുടെ ആൻസർ യു. ഇനി യു കഴിഞ്ഞ് രണ്ടാമത്തെ ലെറ്റർ കിട്ടണമെങ്കിൽ എങ്ങനെ എഴുതണം? സിയിൽ നിന്ന് എച്ചിന് എഴുതണം. അപ്പൊ സി കഴിഞ്ഞിട്ട് DEFGHI കണ്ടോ? അപ്പൊ അവിടെ 5-മത്തെയാണ്. അടുത്ത എച്ചിന്ന് എമ്മിന്ന് ആറിന്ന് നമ്മുടെ ആൻസർ പറഞ്ഞു. അപ്പൊ അതും 5 ആയതുകൊണ്ട് നമ്മുടെ ആൻസർ യു. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഇംഗ്ലീഷ് ആൽഫബറ്റ് നമുക്ക് തന്നിട്ട് ആ ഇംഗ്ലീഷ് ആൽഫബറ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മളോട് എക്സാമിന് ഇവരിങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കും. ഓക്കെ. അപ്പൊ ഇത് വളരെ ഈസി ആയിട്ടുള്ള കോമൺ സെൻസിൽ ചോദിക്കാവുന്ന ചോദ്യമാണ്. ഒരു കാര്യം മാത്രമേ ഓർത്തു വെക്കാനുള്ളൂ. എന്താണ്? ABCD നമ്മൾ എണ്ണി എടുക്കുമ്പോൾ തെറ്റിപ്പോകരുത്. ഓക്കെ. സോ ഞാൻ ഈ പറഞ്ഞത് ആ ലോജിക്ക് മനസ്സിലായോ ആകാംക്ഷ? മനസ്സിലായി സർ. അർജുൻ PS, അർജുൻ PS മനസ്സിലായോ? അർജുൻ PS ഇവിടെ ഉണ്ടോ? മനസ്സിലായി സാർ. മനസ്സിലായി. അർജുൻ, വെറും അർജുൻ ഉണ്ട് ഇവിടെ, ഇനിഷ്യൽ ഇല്ല. അർജുൻ മാത്രം. അർജുൻ ഇവിടെ ഉണ്ടോ? മനസ്സിലായോ? യെസ്. ഞാൻ എല്ലാവരുടെയും പേരൊന്ന് മുകളിൽ താഴെ വിളിക്കാം, ആൽഫബറ്റിക്കലി ഓർഡറിൽ. ഓക്കെ. എല്ലാവരും ജസ്റ്റ് മനസ്സിലായെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ. ആകാംക്ഷയോട് ഞാൻ ചോദിച്ചു. അലീന കെ ശ്രീധരൻ മനസ്സിലായോ? മനസ്സിലായി സർ. അലീന ആൻഡോ മനസ്സിലായോ? മനസ്സിലായി. അനഘ സജി മനസ്സിലായോ? ഓക്കെ, ഫൈൻ. അനന്യ നെൽസൺ, അനന്യ. മനസ്സിലായി. യെസ് യെസ് യെസ്. അന്ന ഗിരീഷ്. യെസ് സർ, മനസ്സിലായി. അപർണ മോഹൻ. സർ മനസ്സിലായി. അർജുൻ PS ഞാൻ ചോദിച്ചു. ദീപക്. മനസ്സിലായി സർ. കൃഷ്ണ. മനസ്സിലായി കൃഷ്ണ. സർ. യെസ്. നീരധ. യെസ് സർ, മനസ്സിലായി. മരിയ. മനസ്സിലായി. നിമിഷ. മനസ്സിലായി സർ. പുണ്യ. പുണ്യ. മനസ്സിലായി സർ. സനീഷ്. മനസ്സിലായി സർ. Who is next? ഷഹാന. മനസ്സിലായി സർ. സൗമ്യ. മനസ്സിലായി സർ. ശ്രീലക്ഷ്മി. മനസ്സിലായി. യദു. യമുന. മനസ്സിലായി സർ. ഗുഡ്. വേറെ ഒന്നുമില്ല, നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയാ. ഇത് മനസ്സിലാക്കാൻ മാത്രമൊന്നുമില്ല എന്ന് എനിക്കറിയാം. ഓക്കെ. അപ്പോ ഇതെല്ലാവർക്കും ഐഡിയ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എല്ലാവരും ഒന്ന് സോൾവ് ചെയ്ത് ചാറ്റ് ബോക്സിലേക്ക് പോസ്റ്റ് ചെയ്യും. ഓക്കെ, എവരിവൺ ഡു ദിസ്. ഇത് സോൾവ് ചെയ്യുക, ആൻസർ ചാറ്റ് ബോക്സിൽ. അപ്പൊ ഇത് കാണുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. ഇതിനകത്ത് ഇടയ്ക്ക് നമ്പർ വരുന്നുണ്ട്. അപ്പൊ നമ്പർ വരുമ്പോൾ എന്ത് ചെയ്താൽ മതി? നമ്പറിന്റെ രീതിയിൽ ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ മുമ്പേ ചെയ്ത അതേപോലെ ആലോചിച്ചിട്ട് ചെയ്യാൻ പറ്റും നോക്കി എല്ലാവരും. എന്നൊരു ചാറ്റ് ബോക്സിലേക്ക് എല്ലാവരും ആൻസേഴ്സ് പോസ്റ്റ് ചെയ്തു. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ ലെറ്റേഴ്സ് ഉണ്ടോ? Z, then X, അങ്ങനെ പോകുന്നു. അപ്പൊ ലെറ്റേഴ്സിനെ അങ്ങനെ കണ്ടുപിടിക്കാം. പിന്നെ നമ്പർ ഉണ്ട്. അതിൽ നമ്പർ എങ്ങനെയാണ്? 1 2 അല്ലെ? 1 2 അങ്ങനെ. അപ്പൊ ഓരോ ലെറ്റേഴ്സിന്റെ ലോജിക്കിലും നമ്പറിന്റെ ലോജിക്കും കണ്ടുപിടിച്ചിട്ട് ആ ക്വസ്റ്റ്യൻ മാർക്കിന് അവിടെ 3 പേര് വരുന്നുണ്ട്. 3 ആൾക്കാർ. അതായത് ആദ്യം അവസാനം ഒരു ലെറ്ററും നടുക്കൊരു നമ്പറും. അപ്പൊ ആ 3 ആൾക്കാർ ലെറ്റർ ഏതാ നമ്പർ ഏതാന്ന് കണ്ടുപിടിച്ചിട്ട് അത് ഒരുമിച്ച് ചാറ്റ് ബോക്സിലേക്ക് നിങ്ങൾ പോസ്റ്റ് ചെയ്യണം. എളുപ്പത്തിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലായി. ഇപ്പൊ ഇസഡിൽ നിന്ന് എക്സിലേക്ക് വരണമെങ്കിൽ ആൽഫബറ്റിക്കൽ ഓർഡറിൽ റിവേഴ്സിൽ വന്നാൽ മതി എന്ന് മനസ്സിലാവും. അപ്പൊ എയിൽ നിന്ന് ഡിയിലേക്ക് വരണമെങ്കിൽ അത് ഫോർവേഡ് എണ്ണി നോക്കണം മനസ്സിലായി. ഇനി നമ്പർ നോക്കിയാലോ? 1, പിന്നെ 2, പിന്നെ 6, പിന്നെ 21. അപ്പൊ കണ്ടോ നമ്പർ വലുതായി വരുവാണ്.
അപ്പൊ അത് ഉപയോഗിച്ചിട്ട് 88, അത് ഉപയോഗിച്ചിട്ട് 88 ഏതാണോ ആ നമ്പർ അത് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ലെറ്റർ വരും, പിന്നെ ഒരു നമ്പർ വരും, പിന്നെ ഒരു ലെറ്റർ വരും. ഈ 3 പേര് ആരാണെന്ന് വേഗം ചാറ്റ് ബോക്സിലേക്ക് പോസ്റ്റ് ചെയ്താൽ വേറെ ഒന്നുമില്ല, സിമ്പിളാ. പെട്ടെന്ന് ഇടാമോ ആൻസേഴ്സ്? എല്ലാവരും ആലോചിച്ച് നോക്കുക. ഫോൺസാ കേൾക്കുന്നുണ്ടോ? Yes, sir. കട്ടായി പോയതാണോ അത് ഇപ്പോഴാണോ ജോയിൻ ചെയ്ത ഫോൺസ്? ഞാൻ ഇപ്പഴാ ജോയിൻ ചെയ്തത്. 8 മണിക്ക് എനിക്ക് കയറിക്കോളൂ. ഓക്കെ, ഡു ദിസ് എവരിവൺ. ഓക്കെ, നിങ്ങൾക്ക് എന്താ ആൻസർ ഉണ്ട്? അപ്പൊ എനിക്ക് എത്രയേ ഉള്ളൂ, ആദ്യം ഒരു ലെറ്റർ കിട്ടണം, പിന്നെ ഒരു നമ്പർ വരും, പിന്നെ ഒരു ലെറ്റർ വരും. ആ 3 പേരെ എനിക്ക് ആൻസർ ആയിട്ട് ഇടണം. അലീന ആൻഡോ കറക്ഷൻ ഉണ്ട്, ആദ്യത്തെ ലെറ്റർ മാത്രം ശരിയാണ്, ബാക്കി 2 തെറ്റിപ്പോയി. എല്ലാവരും നന്നായിട്ട് ആലോചിച്ചിട്ട് തെറ്റാതെ സൂക്ഷിച്ച് ചെയ്യാം. സിമ്പിൾ, വളരെ ഒന്നും പറയാനില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ തെറ്റിപ്പോവാനുള്ള സാധ്യത കൂടുതൽ. അതുകൊണ്ട് എല്ലാവരും അത് സൂക്ഷിക്കും. Everybody post your answers, please. Everyone. ലെറ്റർ എണ്ണി നോക്കുക, ദെൻ ആ നമ്പർ എങ്ങനെ വന്നു എന്ന് ആലോചിച്ച് നോക്കുക, എന്നിട്ട് 3 കൂടെ ചേർത്തിട്ട് ആൻസർ ആയിട്ട് ഗ്രൂപ്പിൽ എന്റെ ചാറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാം. ചാറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുമ്പോഴേ അവിടെ കണ്ടോ നിങ്ങൾ 2 എവരി വൺ കിടപ്പുണ്ട്, 2 എന്റെ പേരുണ്ട് ആ ലിസ്റ്റിന്റെ അകത്ത്. അപ്പൊ 2 മീറ്റിംഗ് ഗ്രൂപ്പ് ചാറ്റ് എന്ന് വേണ്ട, 2 എന്റെ പേര് സെലക്ട് ചെയ്തിട്ട് അയച്ചാൽ മതി. അപ്പൊ എന്താന്ന് വെച്ചാൽ എനിക്ക് മാത്രമേ ആ മെസ്സേജ് കാണാൻ കഴിയൂ. അങ്ങനെ അയച്ചു, ഇല്ലെങ്കിൽ നിങ്ങളുടെ മനോഹരമായ ആൻസർ ബാക്കിയുള്ളവർക്ക് കിട്ടിയെങ്കിലോ. സോ വേഗം ആൻസേഴ്സ് പോസ്റ്റ് ചെയ്ത് എല്ലാവരും നന്നായിട്ട് ആലോചിച്ച് നോക്കണം. ഇറ്റ്സ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. എനിക്ക് എല്ലാവരുടെ ആൻസേഴ്സ് വേണം. നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പോ ക്ലാസ്സിൽ 30 പേര്, അറൌണ്ട് 30 കുട്ടികളുണ്ട്. അതുകൊണ്ട് 30 ആൻസേഴ്സും എനിക്ക് വേണം. അതുകൊണ്ട് നന്നായിട്ട് ആലോചിച്ച് ചെയ്യാം, തെറ്റാനും പാടില്ല. യെസ്, അലീന ആൻഡോടെ ആൻസർ ഇപ്പൊ ശരിയായി. ബാക്കി എല്ലാവരും ആലോചിക്കുക. നമ്പറിന്റെ കേസിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ക്ലൂ തരാം. ആദ്യം 1, പിന്നെ 2, പിന്നെ 6, പിന്നെ 21, പിന്നെ 88, പിന്നെ അടുത്തൊരു നമ്പറാണ്. ലെറ്റർ നിങ്ങൾക്ക് ABCD തന്നെയാ കിട്ടും, പെട്ടെന്ന് കിട്ടും. പക്ഷെ നമ്പർ എങ്ങനെ കിട്ടും എന്നുള്ളതാണ് സൂക്ഷിക്കേണ്ടത്. അപ്പൊ ഇവിടെ ഞാൻ നോക്കുമ്പോ 1 2 ആയി, 2 6 ആയി, 6 21 ആയി, 21 88 ആയി. അപ്പൊ അടുത്തത് ആലോചിച്ചാൽ ആൻസർ ആയി. ഞാനൊരു ലോജിക്ക് വന്നു കഴിഞ്ഞാല് ഒരു ക്ലൂ തരാം, നിങ്ങൾ നോക്കിക്കോളാം. 1 2 ആയെങ്കിൽ 1നെ 1 into 1 plus 1. 1 into 1 plus 1 എത്രയാണ്? 1നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1 into 1 1 plus 1 ചെയ്യുമ്പോൾ എത്രയായി? 2. അപ്പൊ അത് ഓക്കെ. ആ 2നെ 6 ആക്കണമെങ്കിൽ എന്തായിരിക്കും വരിക എന്ന് ആലോചിച്ച് നോക്കുക. സോ ദിസ് ഈസ് ദ ക്ലൂ. ഒരു ക്ലൂ തന്നു മാത്രമേ ഉള്ളൂ. സോ വേഗം ആൻസേഴ്സ് പോസ്റ്റ് ചെയ്ത് എവരി വൺ. ലെറ്റർ വേണം, ആൻസേഴ്സ് വേണം. എല്ലാവരും ആൻസേഴ്സ് പോസ്റ്റ് ചെയ്തേ.
എല്ലാവരും പോസ്റ്റ് ചെയ്യണേ, എല്ലാവരും ആൻസർ ഇടണം. സാർ ആ നമ്പർ എങ്ങനെയാ കാണണ്ടേന്ന് കിട്ടണില്ല. ഞാനിപ്പോ പറഞ്ഞ ക്ലൂ വർക്കൗട്ട് ആവില്ല. ആരാണ് ചോദിച്ചത്? ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? അപർണ. അപർണ, 1 ഫസ്റ്റ് നമ്പർ കണ്ടോ? 1. ആ 1നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 1 ആഡ് ചെയ്യുമ്പോൾ 2 കിട്ടി. അത് കുഴപ്പമുണ്ടോ? അത് മനസ്സിലായി സർ. അപ്പൊ 2നെ ഇൻറ്റു 2 പ്ലസ് 2 ചെയ്ത് എത്ര കിട്ടും? 6. അപ്പൊ അത് ശരിയായില്ലേ? അപ്പൊ 6നെ 21 കണക്ട് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും ലോജിക്ക്? പറഞ്ഞേ. 6 into 3 plus 2. 2 വേണോ 3 വേണോ? 3. ആ അപ്പൊ ആ അടുത്ത് കിട്ടി സർ. കിട്ടി. അങ്ങനെ ചെയ്യണം. ആ എല്ലാവരും പോസ്റ്റ് ചെയ്തേ. ഡു ഫാസ്റ്റ്. മൾട്ടിപ്ലൈ ചെയ്യാൻ സമയം എടുക്കും കേട്ടോ. അത് വളരെ സമയം എടുത്ത് ആലോചിച്ച് ചെയ്താൽ മതി. അഞ്ച് പേരുടെ ആൻസർ വന്നിട്ടുള്ളൂ. അല്ലെങ്കിൽ എല്ലാവരുടെ ആൻസർ വേണം. ആൻസേഴ്സ് വന്നവരുടെ ഓക്കെ. കൃഷ്ണയുടെ ആൻസർ കറക്റ്റ് ആണ്. കൊള്ളാം. അർജുന്റെ ആൻസർ ലെറ്റർ കറക്റ്റ് ആണ്. നമ്പറിൽ എനിക്ക് എതിർപ്പുണ്ട്. ശ്രീലക്ഷ്മി KVയുടെ ആൻസർ കറക്റ്റ് ആണ്. അർജുൻ PS-ന്റെ ആൻസർ തെറ്റിപ്പോയി. ആദ്യത്തെ ലെറ്റർ മാത്രമേ ശരിയായിട്ടുള്ളൂ. ബാക്കി ഒന്നുകൂടെ ചെയ്യണം. സനീഷിന്റെ ആൻസർ ശരിയാണ്. ഷഹാനയുടെ ആൻസർ ശരിയാണ്, പക്ഷെ അവസാനത്തെ ലെറ്റർ വരാനുണ്ട്. അർജുൻ PS-ന്റെ നമ്പർ ഒന്നുകൂടെ നോക്കുക. മൾട്ടിപ്ലിക്കേഷൻ ചെറുതായിട്ട് തെറ്റിയിട്ടുണ്ട്. സൗമ്യ S-ന്റെ അവസാനത്തെ ലെറ്റർ ശരിയാണ്, നമ്പർ ശരിയാണ്, പക്ഷെ ആദ്യത്തെ ലെറ്റർ തെറ്റിപ്പോയി. അത് Q അല്ല, വേറെ ആരോ ആണ്. ദീപക്കിന് 2 ലെറ്ററും അപ്രയം ശരിയാണ്, പക്ഷെ നടുക്കുള്ള നമ്പർ മാറിപ്പോയിട്ടുണ്ട്. ഒന്നുകൂടെ ചെയ്യണം. ദീപക് ഓക്കെ. അലീന ശ്രീധറിൻ്റെത് ലെറ്റർ ശരിയാണ്, നടുക്കുള്ള നമ്പർ തെറ്റാണ്. കറക്റ്റ് ചെയ്യണം. യമുന പ്രസാദിന്റെ കറക്റ്റ് ആൻസർ ആണ്. കൊള്ളാം. നിമിഷയുടേത് കറക്റ്റ് ആൻസർ ആണ്. കൊള്ളാം. അപർണ മോഹൻ കറക്റ്റ് ആൻസർ ആണ്. കൊള്ളാം. ഫോൺസ കറക്റ്റ് ആൻസർ ആണ്. കൊള്ളാം. നീരദയുടെ ലെറ്റർ ശരിയാണ്. നീരദ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു 5 കൂടെ കൂട്ടണം. ഓക്കെ, അങ്ങനെ ചെയ്താൽ നീരദയുടെ ശരിയാവും. ഓക്കെ, അത് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ കൂട്ടിയിട്ടില്ല. അനഘയുടേത് ലെറ്റർ ശരിയാണ്, നടുക്കുള്ള ലെറ്ററിൽ എനിക്ക് നമ്പറിൽ പ്രശ്നമുണ്ട്. കറക്റ്റ് ചെയ്യണം. അന്ന ഗിരീഷിന്റെ ആൻസർ കറക്റ്റ് ആണ്. വെരി ഗുഡ്. എല്ലാവരും ബാക്കിയുള്ളവർ പോസ്റ്റ് ചെയ്തേ. പെട്ടെന്ന് പോസ്റ്റ് ചെയ്തേ. ഞാൻ കറക്ഷൻ പറഞ്ഞാലും കറക്ഷനും പോസ്റ്റ് ചെയ്യും. ആകാംക്ഷ കറക്റ്റ് ആൻസർ ആണ്. വെരി ഗുഡ്. ഗോപികയുടെ കറക്റ്റ് ആൻസർ ആണ്. വെരി ഗുഡ്. സൗമ്യ S ഇപ്പൊ ശരിയായി. വെരി ഗുഡ്. നീരദ സുരേഷ് ഓക്കെ, ദാറ്റ്സ് കറക്റ്റ്. വെരി ഗുഡ്. അനഘ സജി ഇപ്പൊ ശരിയായി. യെസ്, ഓക്കെ, വെരി ഗുഡ്. ദീപകിന്റെ ശരിയായി. വെരി ഗുഡ്. എല്ലാരും പോസ്റ്റ് ചെയ്തേ. ഇനി വരാത്തവരുണ്ടല്ലോ, വേട്ടെ. എല്ലാരും പോസ്റ്റ് ചെയ്തേ. അനഘ, ലീന ആൻഡോ, അനഘ സജി ഒക്കെ, അനന്യ, അന്ന ഗിരീഷ്, അർജുൻ PS, ദീപക്. എല്ലാവരും വേഗം പോസ്റ്റ് ചെയ്യേ. സനീഷ്, ഷഹാന, സൗമ്യ, ശ്രീലക്ഷ്മി, യദു, യമുന പ്രസാദ് ആൻസേഴ്സ് വരട്ടെ. പുണ്യ, എല്ലാവരുടെ ആൻസേഴ്സ് വരണം. ഓക്കെ, നിങ്ങൾ തെറ്റിയാലും എനിക്ക് പ്രശ്നമുള്ള ആൻസർ നിർബന്ധം. അർജുൻ PS-ന്റെ അവസാനത്തെ ലെറ്റർ കറക്ഷൻ ഉണ്ട്. അനന്യ നെൽസന്റെ ലാസ്റ്റ് ലെറ്റർ കറക്ഷൻ. അലീനയുടെ ശരിയായി, ശ്രീധരന്റെ ശരിയായി. അർജുൻ PS-ന്റെ അവസാനത്തെ ലെറ്റർ കറക്ഷൻ. ഓക്കെ, അപ്പൊ ഇത് കണ്ടോ എന്താ സംഭവം? ഒന്നുമില്ല. ABCD വെറുതെ എണ്ണി എടുത്താൽ, പക്ഷെ എന്നിട്ട് നമ്മുടെ ആൻസർ തെറ്റിപ്പോവാണ്. അപ്പൊ ഇത് ഇങ്ങനെ എണ്ണി വരുമ്പോ നിങ്ങൾക്ക് എത്ര കിട്ടുക? ഇവിടെ P എന്ന് കിട്ടും, അവസാനവും P കിട്ടും. നടുക്കുള്ള നമ്പർ ഇത് ഇൻറ്റു 3 + 3, അടുത്തത് ഇൻറ്റു 4 + 4. അപ്പൊ അടുത്തത് ഇൻറ്റു 5 + 5 ആണ് വരേണ്ടത്. അപ്പൊ 88 × 5. ഓക്കെ, എത്ര കിട്ടും? 40.
440. അപ്പൊ +5 കൂടെ ഉണ്ടായതുകൊണ്ട് ആൻസർ എത്രയാ? 445. അപ്പൊ നമ്മുടെ ആൻസർ ടോട്ടൽ P445P അങ്ങനെ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇതാണ് പഠിക്കാനുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമുക്ക് യൂഷ്വലി എന്ത് പറ്റും? നമുക്ക് കൺഫ്യൂഷൻ വരാനുള്ള സാധ്യത. അപ്പൊ ഇതിൽ ആ നമ്പർ വന്ന് എങ്ങനെയാണെന്നും കൂടെ ഒന്ന് നോക്കി വെച്ചുള്ള ആൻസർ ഇങ്ങനെയാണ് വരാനുള്ളത്. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ എനിക്ക് ഒരു 3 ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ ഇനി 3 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ട് അതിന്റെ ആൻസേഴ്സ് ചാറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാം. 3 എണ്ണത്തിന്റെ ആൻസേഴ്സ് ഒരുമിച്ച് പോസ്റ്റ് ചെയ്താൽ. സോ ദീസ് ആർ ദ ക്വസ്റ്റ്യൻസ്. സ്ക്രീനിൽ ഞാൻ തന്നിട്ടുണ്ട് 3 ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ നിങ്ങൾ ഈ 3 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. 3 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ട് ചാറ്റ് ബോക്സിൽ ആൻസേഴ്സ് ഇടുക. ഈ 3 ക്വസ്റ്റ്യൻസ്, ദീസ് ആർ ദ only 3 ക്വസ്റ്റ്യൻസ്. ഈ 3 ക്വസ്റ്റ്യനും അത് നിങ്ങൾ ഇങ്ങനെ ഇട്ടാൽ മതി. ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ, സെക്കൻഡ് ക്വസ്റ്റിന്റെ ആൻസർ, തേർഡ് ക്വസ്റ്റിന്റെ ആൻസർ, അങ്ങനെ 3 എണ്ണം കൂടെ ഒരുമിച്ച് ഇട്ടാൽ മതി. ഇല്ലെങ്കിൽ എനിക്ക് നിങ്ങൾ ഓരോരുത്തരെ ഇവാലുവേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരുമിച്ച് ആൻസേഴ്സ് പോസ്റ്റ് ചെയ്യാം. അപ്പൊ എങ്ങനെയാണെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ABCD എണ്ണി എടുക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. പക്ഷെ എണ്ണി എടുക്കുമ്പോൾ സൂക്ഷിച്ചു വേണം എണ്ണ. സോ വേഗം ആവട്ടെ, വേഗം ചെയ്തേ, സ്പീഡിൽ എല്ലാവരും ചെയ്തേ. സംശയങ്ങളും എല്ലാം വരുവാണെങ്കിൽ എന്നോട് ചോദിച്ചോളൂ, ഒരു പ്രശ്നവും വിചാരിക്കാം. വേഗം ആവട്ടെ, വേഗം വേഗം. ചാറ്റ് ബോക്സിലേക്ക് 3 ആൻസേഴ്സ് ഒരുമിച്ച് പോസ്റ്റ് ചെയ്യും. മൂന്ന് ആൻസേഴ്സ് സിമ്പിൾ ആയിട്ട് ABCD എണ്ണുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. തെറ്റരുത്, തെറ്റാതെ സൂക്ഷിച്ച് ചെയ്യാം. എല്ലാവരും തെറ്റാതെ 3 ആൻസേഴ്സ് കറക്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോജിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ലോജിക്കാണ് നമ്മുടെ പരിപാടി. അപ്പൊ ലോജിക്കലി ആലോചിച്ചാൽ മതി. അപ്പൊ ഇത് എന്ത് ഉപയോഗിച്ചാണ്? ആൽഫബറ്റ് ഉപയോഗിച്ചാണ്. അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ മുമ്പേ എഴുതിയ പോലെ ABCD എവിടെയെങ്കിലും സൈഡിൽ എഴുതി വെക്കുവാണെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും.
വേഗാവട്ടെ. ആൻസേഴ്സ് പോസ്റ്റ് ചെയ്തോളൂ. 3 ആൻസേഴ്സ്. ആൻസേഴ്സ് ഓരോരുത്തരായിട്ട് പോസ്റ്റ് ചെയ്തോളാം. യെസ്, അർജുന്റെ ഓരോ ആൻസർ വന്നിട്ടുണ്ട്. അത് അവസാനത്തെ ലെറ്റർ കെ അല്ല. ഓക്കെ, കൃഷ്ണയുടേതും ആദ്യത്തേത്. ഓക്കെ, കൃഷ്ണയുടേത് സെക്കൻഡും തേർഡ് ശരിയാണ്. ഫസ്റ്റിന്റെ അവസാനത്തെ ലെറ്റർ കെ അല്ല. നിമിഷ പി എച്ച് 3 ശരിയാണ്. വെരി ഗുഡ്. ദീപക് 3 രണ്ടാമത്തെ ക്വസ്റ്റിന്റെ അവസാനം എൽ അല്ല. ഓക്കെ, യമുന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യൂ. അങ്ങനെ ഡോട്ട് ഇട്ട് തരണ്ട, എനിക്ക് ആൻസർ വേണം. യമുനയുടെ ബാക്കി 2 ശരിയാണ്. വെരി ഗുഡ്. മരിയയുടെ ബാക്കി ആൻസേഴ്സ് വരാനുണ്ട്, ഒരെണ്ണം ശരിയാണ്. ശ്രീലക്ഷ്മി ആദ്യത്തെ ക്വസ്റ്റിൻ്റെത് രണ്ടാമത്തെ 2 ലെറ്റർ തെറ്റിപ്പോയി. ക്വസ്റ്റ്യൻ നമ്പർ 2ന്റെ രണ്ടാമത്തെ ലെറ്റർ തെറ്റിപ്പോയി. മൂന്നാമത്തെ കറക്റ്റ് ആൻസർ. അലീന ശ്രീധർ, യുവർ ആൻസർ ഈസ് കറക്റ്റ്. വെരി ഗുഡ്. എല്ലാവരും പോസ്റ്റ് ചെയ്തേ. വേമേം ചെയ്തേ, വേമേം. നിമിഷയുടെ ആൻസർ ദീപക് കറക്റ്റ്. ദീപക് രണ്ടാമത്തെ ആൻസറില് അവസാനത്തെ ലെറ്റർ എല്ല് വരില്ല, ബാക്കി കറക്റ്റ് ആണ്. ഓക്കെ, യമുന ആദ്യത്തെ നടുക്കത്തെ ലെറ്റർ തെറ്റിപ്പോയി. മരിയയുടെ ഒരു ആൻസർ ശരി. ഓക്കെ, വേട്ടെ വേഗം പോസ്റ്റ്. നീരദ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയില്ല, ബാക്കി 2 ശരിയായി. ദീപകിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കറക്റ്റ്. വെരി ഗുഡ്. ദീപകിന്റെ ഇപ്പൊ ശരിയായി. ഓക്കെ, ഗുഡ്. നീരദയുടേത് നടുക്കത്തെ ലെറ്റർ 6 വരില്ല, 6 അല്ല. ഓക്കെ, നീരദ ശരി. ഗോപികയുടേത് 1ഉം 3ഉം ശരിയാ. രണ്ടാമത്തെ ആൻസറിന് പറയാം. വേട്ടെ. മരിയയുടെ ആൻസർ കറക്റ്റ്. പെട്ടെന്ന് പോസ്റ്റ് ചെയ്ത് എല്ലാവരും.
അപർണ ലാസ്റ്റ് വണ്ണില് ജെയും വിയും വരില്ല. ആകാംക്ഷ യുവർ ആൻസർ ഇസ് കറക്റ്റ്. വേറെ പിള്ളേരെ വേഗം പോസ്റ്റ് ചെയ്ത ഒരു ടോപ്പിക് കൂടെ പഠിക്കാനൊക്കെയാണ്, കുഞ്ഞു ക്വസ്റ്റ്യൻ. ഓക്കെ, ഗുഡ്. ബാക്കിയുള്ളവരുടെ ആൻസേഴ്സ് പോസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ നമുക്ക് കിട്ടുന്നത് QOL, രണ്ടാമത്തേത് ZKW, മൂന്നാമത്തേത് KSU. ഇങ്ങനെ 3 ആൻസേഴ്സ്. അപ്പൊ നിങ്ങൾ ABCD കൗണ്ട് ചെയ്യുന്നതിലെ കുഞ്ഞു കുഞ്ഞ് തെറ്റുകൾ കൊണ്ടാണ് ഈ എറേഴ്സ് ഒക്കെ വരുന്നത് കേട്ടോ. അതുകൊണ്ട് എറർ ഉണ്ടാവാതെ നോക്കണം എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, സോ ഒരു കുഞ്ഞ് ക്വസ്റ്റ്യൻ നമ്മൾ ഇപ്പൊ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഇനി എനിക്ക് ഒരു സാധനോട് പറയാനുണ്ട്. അത് ഇതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് മനസ്സിലാവുന്ന ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ ആണ്. സോ ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് ദാറ്റ്. ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് നമ്മള് സാധാരണ ചില പരീക്ഷയ്ക്കൊക്കെ വളരെ 1-2 ക്വസ്റ്റ്യൻ ആയിട്ട് പലപ്പോഴും കാണുന്ന ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് എന്താണെന്ന് അറിഞ്ഞു വെച്ചാൽ മാത്രം മതി. അല്ല ഇതിൽ വലിയ മാത്തമാറ്റിക്സോ അല്ലെങ്കിൽ പറഞ്ഞ ആൽഫബറ്റോ ഒന്നുമില്ല. ഇതെന്താ ഇവിടെ എഴുതിയേക്കണേ? A B പിന്നെ ഒരു സ്പേസ്, പിന്നെ വീണ്ടും 3A പിന്നെ ഒരു സ്പേസ്, പിന്നെ 3A പിന്നെ ഒരു സ്പേസ്. അപ്പൊ ഈ സ്പേസില് ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആ സ്പേസ് കിടക്കുന്നിടത്ത് ഏത് ലെറ്റർ ആണ് വരിക? ഇതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ സ്പേസ് കിടക്കുന്നിടത്ത് ഏത് ലെറ്റർ? അപ്പൊ നമുക്ക് എന്താ ഓപ്ഷൻ 1 തന്നിട്ടുണ്ട്. ഓപ്ഷൻ 1ന്റെ അകത്ത് അവര് BBA, അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇവിടെ B എഴുതണം, ഇവിടെ B എഴുതണം, ഇവിടെ B എഴുതണം എന്നാണ്, അല്ല ഇവിടെ A എഴുതണം എന്നാണ് അർത്ഥം. അങ്ങനെ BBA എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യനില്, ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനില് എന്തെങ്കിലും ഒരു പാറ്റേൺ ഉണ്ടോ? ഒരു പാറ്റേൺ ഉണ്ടാവണം. ഓക്കെ, അപ്പൊ നന്നായിട്ട് മനസ്സിലാക്കണം എല്ലാവരും. ക്വസ്റ്റ്യൻ എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കുക. ഈ എഴുതി വെച്ചിരിക്കുന്ന സാധനത്തില് ഓപ്ഷൻ 1, 2, 3, 4, 4 ഓപ്ഷൻ എക്സാമിന് കിട്ടും. ആ ലെറ്റേഴ്സ് ആ ക്വസ്റ്റ്യന്റെ സ്പേസില്, അതിൽ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന സ്പേസിൽ നിങ്ങൾ ഫില്ല് ചെയ്യുമ്പോൾ ആ ഒരു ക്വസ്റ്റ്യന് ഒരു പാറ്റേൺ, എന്ത് പാറ്റേൺ ആയിരിക്കണം? കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആയിരിക്കണം. അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യനിൽ ഞാനിപ്പോ ആദ്യത്തെ ഓപ്ഷൻ ഏതാ? B എടുത്ത് ഇവിടെ എഴുതി, B എടുത്ത് ഇവിടെ എഴുതി, A എടുത്ത് ഇവിടെ എഴുതി. ഓക്കെ, അപ്പൊ എന്നിട്ട് പാറ്റേൺ ഉണ്ടോ നോക്കുവാണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോ എന്താണ്? AA, BB, AAA, BBB, AA, BB, AAA, BBB. ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് പോകാനുള്ള ഒരു സാധ്യത ഉണ്ട് ഓപ്ഷൻ 1ന്. അപ്പൊ അങ്ങനെ ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു ചോയ്സ് തരുന്ന ഏത് ഓപ്ഷൻ ആണോ ആ ഓപ്ഷനാണ് നമ്മുടെ ആൻസർ. അത്രേ ഉള്ളൂ, വേറെ ഇതിലൊന്നുമില്ല. നത്തിങ് സീരിയസ്. വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, അപ്പൊ എന്താണ്? ഇങ്ങനൊരു ഓപ്ഷൻ തരുന്നു, ഓപ്ഷൻ എടുത്ത് ഈ ഗ്യാപ്പിൽ ഫില്ല് ചെയ്ത ശേഷം എന്ത് നോക്കണം? ഒരു പാറ്റേൺ ഉണ്ടോ നോക്കും. ഓക്കെ, ആ പാറ്റേൺ നന്നായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻ ആയിരിക്കും ആൻസർ. ഓക്കെ, യെസ്. അർജുന, പിന്നീട് നീ ഒന്നുകൂടെ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ശരി, അപ്പൊ ഇനി ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിനെ വെച്ചിട്ട് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും. സോ ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് ക്വസ്റ്റ്യൻ. സോ 1 minute, I will share it. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പൊ ഇവിടെ ഞാൻ ഇപ്പൊ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അത് എന്തില്ല? ഓപ്ഷൻസ് ഇല്ല. അപ്പൊ ഓപ്ഷൻസിന് പകരം ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ സോൾവ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അത് 2 സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട്. 2 സ്പേസ്. ആ 2 സ്പേസിന്റെ അകത്ത് സ്പേസ് പിന്നെ ABA സ്പേസ് BA സ്പേസ് AB. അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 1ൽ നമുക്കൊരു കാര്യം മനസ്സിലായി, സ്പേസിന്റെ അകത്ത് ഒന്നെങ്കിൽ A അല്ലെങ്കിൽ B, വേറെ ഒരു ലെറ്ററും ഇല്ല. അപ്പൊ ഞാൻ ഇവിടെ A ഇവിടെ B എന്ന് എഴുതി ചുമ്മാ. അടുത്തതിലും AB. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു ലോജിക് കിട്ടിയിട്ടുണ്ടാവും. ഇത് AB എന്ന ഒരു പാറ്റേൺ അത് ഫോളോ ചെയ്യുന്നുണ്ട്. അതാണ് ആൻസർ വരിക. അപ്പം ആൻസർ ഏതാണ് വരിക? ആൻസർ ഞാൻ ആ റെഡ് കളർ എഴുതിയിരിക്കുന്ന ലെറ്ററുകളാണ് ആൻസർ വരിക. അപ്പൊ AB. ഇത് ക്വസ്റ്റ്യനിലെ ഓപ്ഷനിൽ എവിടെയെങ്കിലും കാണും. ആ ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ. എത്രയുള്ള പരിപാടി. അപ്പൊ ഈ ക്വസ്റ്റ്യന് ഞാൻ ഇനിയുള്ള താഴെ എഴുതിയിരിക്കുന്ന 4 ക്വസ്റ്റ്യൻസ് ഞാൻ ഓപ്ഷൻ തന്നിട്ടില്ല.
ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ആ സ്പേസിന്റെ അകത്ത് ഏത് ലെറ്റർ ഇട്ടാലാണ് ഈ ഒരു പാറ്റേൺ വർക്ക്ഔട്ട് ചെയ്യാൻ സാധ്യതയുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആൻസർ ചാറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യണം. ഇതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. ഉദാഹരണം പറഞ്ഞാൽ ഞാൻ വേറൊരു ഐഡിയ പറഞ്ഞാൽ, ഞാനിവിടെ എ ഇട്ടു, അടുത്തടുത്തും എ ഇട്ടു, അടുത്തടുത്തും എ ഇട്ടാൽ വേറൊരു പാറ്റേൺ കിട്ടും. കണ്ടോ, 3A പിന്നെ ഒരു ബി, പിന്നെ ഒരു 3A പിന്നെ ഒരു ബി, പിന്നെ ഒരു 3A പിന്നെ ഒരു ബി, അങ്ങനെയും പോവാം പാറ്റേൺ. ഓക്കെ, അപ്പം അങ്ങനെ പോവാണെങ്കിൽ ഇതിന്റെ ഓപ്ഷൻ ഏതായിരിക്കണം? എല്ലായിടത്തും 5A അടക്കുന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ആൻസർ. ഇത് ഞാനിപ്പോ ഓപ്ഷൻ തരാത്തത് കൊണ്ടാണ് വേറൊരു ചോയ്സ് നമുക്ക് കിട്ടിയത്. എക്സാമിന് പോകുമ്പോൾ അങ്ങനെ 2 ആൻസർ വരില്ല, ഒരു ആൻസറേ വരുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ നമ്പർ 2 തൊട്ട് 5 വരെയുള്ള ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് ഇപ്പൊ തന്നെ വേഗം എല്ലാവരും ചാറ്റ് ബോക്സിലേക്ക് പോസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അല്ല മനസ്സിലായ ആൾക്കാരുണ്ടെങ്കിൽ വേഗം തന്നെ പേപ്പർ പേന എടുക്കുക. 4 ആൻസേഴ്സ് ക്വസ്റ്റ്യൻ നമ്പർ 1 ചെയ്യേണ്ട, 2ഉം 3ഉം 4ഉം 5ഉം ആൻസർ പെട്ടെന്ന് പോസ്റ്റ് ചെയ്യാം ഗ്രൂപ്പിലേക്ക്. അപ്പൊ ആൻസർ ഏതാണ്? ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ നമ്പർ 1ന്റെ ആൻസർ ഏതായിരുന്നു? എ ബി ബി എ ബി. ഓക്കെ, ഇങ്ങനെ ആ സ്പേസിൽ വരുന്ന 5 ലെറ്ററുകളായിരിക്കണം നിങ്ങളുടെ ആൻസർ. ഓക്കെ, അപ്പൊ ആ ആൻസർ മാത്രം ചാറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്താൽ മതി. അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 2ന് നിങ്ങളുടെ ആൻസർ ഇവിടെ വരുന്ന ആരാ, ഇവിടെ വരുന്ന ആരാണ്, ഇവിടെ വരുന്ന ആരാണ്, ഇവിടെ വരുന്ന ആരാണ്, ഇവിടെ വരുന്ന ഈ 5 ലെറ്റേഴ്സ് മാത്രം പോസ്റ്റ് ചെയ്യും. ഓക്കെ, സോ ലെറ്റ്സ് ഡു ഇറ്റ്. ക്വസ്റ്റ്യൻ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോ, ഞാൻ ഒന്നുകൂടെ പറയാൻ റെഡിയാണ്, ഡിസ്കസ് ചെയ്യാനും പറ്റും. പെട്ടെന്ന് ആൻസർ പോസ്റ്റ് ചെയ്തേ, ആലോചിച്ചു. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, അധികം വലിയ ആലോചിക്കാനൊന്നുമില്ല. സോ എല്ലാവരും വേഗം പോസ്റ്റ് ചെയ്തു. എല്ലാവരും പോസ്റ്റ് ചെയ്ത് ആൻസേഴ്സ് പെട്ടെന്ന് പോസ്റ്റ് ചെയ്യാം. 4 ആൻസേഴ്സ് ഒരുമിച്ച് പോസ്റ്റ് ചെയ്താൽ മതി, എളുപ്പം. ഫോൺസ, ആകാംക്ഷ, ഷഹാന, സനീഷ്, ബാക്കിയുള്ളവർ വേഗം പോസ്റ്റ് ചെയ്ത്. ഇത്രയും പേരുടെ ആൻസർ വന്നിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് ആൻസേഴ്സ് പോസ്റ്റ് ചെയ്ത്.
യെസ്, അലീനയുടെ ആൻസർ വന്നിട്ടുണ്ട്. അലീന കെ ശ്രീധരൻ. ഗുഡ്. എല്ലാവരും വേഗമായി ആൻസേഴ്സ് പോസ്റ്റ് ചെയ്തേ. എല്ലാ ആൻസേഴ്സും വേണം, മറക്കല്ലേ. സലീന ശ്രീധരൻ, ഓക്കെ. യമുന, ഫോൺസ, അപർണ, എല്ലാവരും. ഗുഡ്. വേയാവട്ടെ. എല്ലാരും പോസ്റ്റ് ചെയ്തേ. നിമിഷ, നീരധ, ഗുഡ്. വേയാവട്ടെ. ഡു. വേയാവട്ടെ, ഫോൺസ, ഓക്കെ. നീരധ, ശ്രീലക്ഷ്മി, ഓക്കെ. ഗുഡ്. അപ്പൊ ഇതില് നോക്കിക്കഴിഞ്ഞാല് നമ്മൾ പറഞ്ഞതുപോലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി. സെക്കൻഡിന്റെ കേസിൽ ഞാൻ എ ബി ഒരു എ എഴുതി ഇവിടെ, എന്നിട്ട് വീണ്ടും എ ബി എ. അപ്പൊ എ ബി എ
അടുത്തത് ABA, അടുത്തത് ABA. അപ്പൊ അങ്ങനെ ഒരു ലോജിക്ക് അവിടെ വർക്കൗട്ട് ആയി. അടുത്തത് നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഇങ്ങനെ എഴുതിയേക്കാം MAN മാൻ. അപ്പൊ അതിന് മീനിങ് ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവും മാൻ. അടുത്ത് MAN മാൻ, MAN മാൻ, MAN മാൻ, MAN മാൻ. അപ്പൊ അത് ലോജിക്ക് വർക്കൗട്ട് ആയി. നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റിനിലോ ABB കണ്ടോ ഒരു പാറ്റേൺ. പിന്നെ വീണ്ടും ABB, വീണ്ടും ABB, വീണ്ടും ABB. സോ അതൊരു പാറ്റേൺ കണ്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 5 വരുമ്പോ നമുക്കൊരു കാര്യം മനസ്സിലായി, ഇതിൽ 4 പേരുണ്ട്. കാരണം 4 ലെറ്റേഴ്സ് അവിടെ ഉണ്ട്, ഡിഫറെന്റ് ലെറ്റേഴ്സ് ഉണ്ട്. അപ്പൊ എന്താണ് MOPN, വീണ്ടും MOPN, വീണ്ടും MOPN, വീണ്ടും MOPN. അപ്പൊ ആ ലോജിക്ക് അവിടെ വർക്കൗട്ട് ആയി. ഇത്രയേ ഉള്ളൂ. അല്ല ഇതില് വേറെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്ന ടോപ്പിക്ക്. ഞാൻ ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യാം.